ഹലോ ക്രിക്കറ്റ്സ്. അങ്ങനെ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് RCB ടീമിനെ കുറിച്ചാണ്. RCB അവരുടെ ആദ്യ കിരീടമാണ് കഴിഞ്ഞ സീസണിൽ പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചുകൊണ്ട് സ്വന്തമാക്കിയത്. RCB ഫാൻസിനും അതുപോലെ തന്നെ IPL ക്രിക്കറ്റ് പ്രേമികൾക്ക് വളരെ ഒരു സന്തോഷം നൽകുന്നൊരു കാര്യം തന്നെയായിരുന്നു RCB 18 വർഷത്തിന് ശേഷം ഒരു കപ്പ് അടിക്കുന്നത്. വളരെ ഫാൻ സപ്പോർട്ടും അതുപോലെ തന്നെ ഒരുപടി കുറേ ആരാധകരുമുള്ള ഒരു ടീം തന്നെയാണ് RCB. പക്ഷേ കപ്പില്ല എന്നൊരു കുഴപ്പം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനൊരു പരിഹാരമാണ് കഴിഞ്ഞ സീസണിൽ അവർ വിരാട് കോഹ്ലി ഒക്കെ ഉള്ളപ്പോൾ തന്നെ കപ്പടിച്ചത്. രജത് പട്ടിദാറായിരുന്നു ക്യാപ്റ്റനായിട്ട് വിരാട് കോഹ്ലിക്ക് ആ ഒരു കപ്പൊക്കെ നേടിക്കൊടുത്തത്. അത് വളരെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു 2021 ഒരു ഫേവറേറ്റ് മൂമെൻറ്റുകളിലൊന്ന് അന്ന് അഹമ്മദാബാദിൽ നടന്ന ഒരു RCBയുടെ ടൈറ്റിൽ തന്നെയായിരുന്നു. കഴിഞ്ഞ സീസണിൽ അതേ ടീമിൽ നിന്നും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാണ്. അതായത് വലിയൊരു പൊളിച്ചു പണികളൊന്നും ഇല്ലാതെ കുറച്ച് പ്ലെയേഴ്സിന് മാത്രം വിട്ടുകൊടുത്ത് നല്ല പ്ലെയേഴ്സിന് അത്യാവശ്യം രണ്ട് ഓപ്ഷനിൽ ബൈ ചെയ്താണ് RCB 19ാം സീസണിൽ ഇറങ്ങുന്നത്. അതിൽ റിലീസിലെ പ്ലെയേഴ്സൊക്കെ വെച്ചാൽ ഇംഗ്ലണ്ട് താരം ലിവിങ്സ്റ്റോൺ, അതുപോലെ തന്നെ മയങ്ക് അഗർവാൾ, ലുംഗിയങ്കിടി, മനോജ് ബാൻഡേജ്, സ്വാസ്തിക് ചിക്കാര, മോഹിത് രാത്തി എന്നിവരാണ് RCB വിട്ടുകൊടുത്ത താരങ്ങൾ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തീരുമാനമായിരുന്നു. കാരണം ഇവരുടെയൊക്കെ വേൾഡ് കപ്പിലെ ഹോംവർക്ക് വെച്ചാലും ലിവിങ്സ്റ്റോൺ വേൾഡ് കപ്പിൽ തന്നെയാണ് 2020 വേൾഡ് കപ്പ് കളിച്ചില്ല. ലുംഗിയങ്കിയുടെ അത്ര നല്ലൊരു പെർഫോമൻസും അല്ലായിരുന്നു വേൾഡ് കപ്പിൽ. അതുകൊണ്ട് മയങ്ക് അഗർവാൾ ചരിത്രത്തിലില്ല. അപ്പോൾ ഈ വക ഫോം ഔട്ട് ചെയ്യുന്ന പ്ലെയേഴ്സിനൊക്കെ വിട്ട് കൊടുത്തുകൊണ്ട് RCB അത്യാവശ്യം നല്ല കളിക്കാരെ തന്നെ ബൈ ചെയ്തിട്ടുണ്ട്. KKR പ്ലെയറായിരുന്ന വെങ്കടേഷ് അയ്യരെ 7 കോടിക്കും, മങ്കേഷ് യാദവിനെ 5.2 കോടിക്കും, ജേക്കബ് ഡഫിയെ ന്യൂസിലാൻഡ് ബോളറാണ് ജേക്കബ് ഡഫിയെ 2 കോടിക്കും, ഇംഗ്ലണ്ട് ബാറ്ററായ ജോർദാൻ കോക്സിനെ 75 ലക്ഷത്തിനും ആണ് RCBയുടെ മെയിനായിട്ട് വാങ്ങിയ ഒരു പ്ലെയേഴ്സ് എന്ന് പറയാൻ വെച്ചാൽ. പിന്നെ ഫസ്റ്റ് ക്ലാസ് കളിക്കുന്ന കുറച്ച് പുതിയ പിള്ളേരെ കൂടി RCB ക്യാമ്പിൽ എത്തിച്ചിട്ടുണ്ട്. സാത്വിക് ദേസാൾ, വിക്കി ഓട്സ്വാൾ, കനിഷ്ക് ചൗഹാൻ, വിഹാൻ മൽഹോത്ര എന്നിവരെ ബേസ് പ്രൈസായ 30 ലക്ഷം രൂപയ്ക്കാണ് RCB അവരുടെ ക്യാമ്പിൽ എത്തിച്ചത്. അങ്ങനെ ടോട്ടൽ 8 പ്ലേയേഴ്സിനാണ് RCB തങ്ങളുടെ ക്യാമ്പിലെത്തിച്ചത്. RCB അത്യാവശ്യം നല്ലൊരു ട്രേഡ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം മൂലം വിദേശ കളിക്കാരുടെ അഭാവം എത്രത്തോളം ക്യാമ്പിന് അല്ലെങ്കിൽ ആദ്യ മത്സരങ്ങളിൽ സ്വാധീനിക്കുമെന്ന് അറിയില്ല. ഓസ്ട്രേലിയൻ ബേസറായ ഹേസൽവുഡ് ആദ്യം കുറച്ച് മത്സരങ്ങളും ഉണ്ടാവില്ല എന്ന് കാരണം അദ്ദേഹത്തിന് പരിക്കാണ്. അപ്പോൾ ആദ്യത്തെ കുറച്ച് മത്സരങ്ങളിൽ ഹേസൽവുഡ് ഉണ്ടാവില്ല. 5 ബാറ്റർമാരും 8 ഓൾറൗണ്ടേഴ്സും അതുപോലെ തന്നെ 3 വിക്കറ്റ് കീപ്പേഴ്സും 9 ബൗളേഴ്സും അടങ്ങുന്നതാണ് RCBയുടെ സ്ക്വാഡ് എന്ന് പറയാൻ വെച്ചാൽ. നമ്മൾ ഓരോരുത്തരും പറയാൻ വെച്ചാൽ ബാറ്റർമാരായിട്ട് വരുന്നത് രജത് പട്ടിദാർ, ടിം ഡേവിഡ്, വിരാട് കോഹ്ലി, ദേവ്ദത്ത് പടിക്കൽ, വിഹാൻ മൽഹോത്ര. ടിം ഡേവിഡൊക്കെ കഴിഞ്ഞ സീസണിലൊക്കെ ഒരു ഫിനിഷറിൻ്റെ റോളിൽ നല്ലൊരു റോൾ തന്നെയാണ് ചെയ്തത്. പിന്നെ ഓൾറൗണ്ടേഴ്സായി വരുന്നത് ജേക്കബ് ബദലുണ്ട്, കൃണാൽ പാണ്ഡ്യ, വെങ്കടേഷ് അയ്യർ, അതുപോലെ തന്നെ റൊമാരിയോ ഷെപ്പേർഡ്, സ്വപ്നിൽ സിംഗ്, മങ്കേഷ് യാദവ്, കനിഷ്ക് ചൗഹാൻ, സാത്വിക് ദേസാൾ എന്നിവരാണ് RCBയുടെ ഓൾറൗണ്ടേഴ്സായിട്ട് വരുന്നത്. അതിൽ വെങ്കടേഷ് അയ്യരൊക്കെ കഴിഞ്ഞ സീസണിൽ മോശം പ്രകടനമായിരുന്നെങ്കിലും ഈ സീസണിൽ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഒരു സീസൺ കൊണ്ട് ഒരു പ്ലെയർ നമുക്ക് എഴുതി കൊള്ളാൻ കഴിയില്ലല്ലോ. അപ്പോൾ വെങ്കടേഷ് അയ്യരുടെ സാന്നിധ്യം RCBക്ക് ഗുണകരമാണെന്ന് വിചാരിക്കാം. വിക്കറ്റ് കീപ്പേഴ്സായിട്ട് ഫിൽ സാൾട്ടും ജിതേഷ് ശർമ്മയുണ്ട്. അതുപോലെ തന്നെ ജോർദാൻ കോക്സും വിക്കറ്റ് കീപ്പറുടെ ഒരു പട്ടികയിലേക്ക് വന്നിട്ടുണ്ട്. ബോളറുടെ കാര്യങ്ങൾ എടുക്കുകയെന്ന് വെച്ചാൽ അഭിനന്ദ് സിംഗ് ഉണ്ട്, ജോർജ് സൈസോൾഡ് ഞാൻ പറഞ്ഞല്ലോ പരിക്ക് കാരണം ചിലപ്പോൾ ആദ്യ മത്സരങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് വരാം. റാസിക് സലാംദാർ ഉണ്ട്, ഭുവനേശ്വർ കുമാർ ഉണ്ട്, സുയേഷ് ശർമ്മ, യശ് ദയാൽ, നുവാൻ തുഷാര, ജേക്കബ് ഡഫി, വിക്കി ഓട്സാൾ എന്നിവരാണ് RCBയുടെ ബോളിംഗ് നിരയിൽ വരുന്നത്. 2026 IPL ആദ്യ ഫേസിൽ വരുന്ന RCBയുടെ മത്സരം നോക്കുകയാണെങ്കിൽ ആദ്യ ഓപ്പണിംഗ് മാച്ച് തന്നെ RCBയുടെ തന്നെയാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദായിട്ടാണ് ആദ്യ മത്സരം. ചിന്നസ്വാമിയിലാണ്, ഹോം മാച്ചാണ്. അതുപോലെ തന്നെ സദേൺ ഡെർബി April 5 ചെന്നൈ സൂപ്പർ കിങ്സ് ആയിട്ട് വരുന്നുണ്ട്. അതും ചിന്നസ്വാമിയിൽ തന്നെയാണ് മത്സരം. പിന്നീട് വരുന്ന 2 മത്സരങ്ങൾ അവേ മാച്ചസാണ്. രാജസ്ഥാൻ റോയൽസും മുംബൈ ഇന്ത്യൻസും തമ്മിൽ വാങ്കഡയിലാണ് അവസാന ഈ ഒരു ആദ്യഘട്ടത്തിലുള്ള RCBയുടെ മത്സരങ്ങൾ. അപ്പോൾ ഈ ഒരു 4 മത്സരങ്ങൾ കൊണ്ട് തന്നെ RCBയുടെ ടീം എത്രത്തോളം മെച്ചപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഒരു കാര്യത്തിൽ സംശയം വേണ്ട, RCB നല്ല ടീമാണ്. പ്ലേ ഓഫിലെത്തും എന്നുള്ളൊരു ടീമുകളിൽ ഒന്ന് RCB തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട.
കഴിഞ്ഞ സീസണിലെ അതേ ടീമിനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി അടക്കിയ ഒരു RCB 11 തന്നെയാണ് ഇപ്രാവശ്യവും 2026 IPL സീസണിൽ നടന്നത്. അപ്പോൾ അടുത്ത ഒരു ടീമിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.